പ്രിയ വായനക്കാരെ വണക്കം. ജ്ഞാനപ്രകാശം ടോക്കിലേക്ക് നിങ്ങളെ വീണ്ടും സ്വാഗതം ചെയ്യുന്നതിൽ സന്തോഷമുണ്ട്. ഞാൻ നിങ്ങളുടെ ജ്ഞാനപ്രകാശമാണ്. ഞാൻ നിങ്ങളുടെ കുഴലിലെ. അപ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് തന്ന ദി സീക്രട്ട് എന്ന പുസ്തകത്തിന്റെ ഭാഗങ്ങളിലൂടെ നമ്മളൊന്ന് വിശദമായിട്ട് തന്നെ കടന്നുപോയി. ഇതൊരു സാധാരണ സെൽഫ് ഹെൽപ്പ് പുസ്തകം പോലെയല്ലേ അല്ലേ? അല്ല. ലോകം മുഴുവൻ പ്രവർത്തിക്കുന്ന ഒരു വലിയ രഹസ്യം അതാണ് തങ്ങൾ വെളിപ്പെടുത്തുന്നത് എന്നാണ് ഇതിന്റെ ഒരു അവകാശവാദം. ആകർഷണ നിയമം, അതായത് ലോ ഓഫ് അട്രാക്ഷൻ. ശരിയാണ്. ഇതൊരു പുതിയ ആശയമല്ല, മറിച്ച് കാലാകാലങ്ങളായി മറച്ചുവെക്കപ്പെട്ട ഒരു അറിവാണെന്നാണ് പുസ്തകം വാദിക്കുന്നത്. പ്ലേറ്റോ മുതൽ ഐൻസ്റ്റീൻ വരെ ഉള്ളവർക്ക് പോലും ഇതിനെക്കുറിച്ച് അറിയാമായിരുന്നു. പക്ഷേ ഇത് സാധാരണക്കാരിലേക്ക് എത്താതിരിക്കാൻ ചിലർ ശ്രമിച്ചു എന്നും പറയുന്നുണ്ട്. അതെ, നമ്മുടെ ഈ ഒരു ചർച്ചയുടെ ലക്ഷ്യം ഈ പുസ്തകത്തിലെ ആശയങ്ങളെ അതേപടി വിശ്വസിക്കുക എന്നതിലുപരി അത് മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണെന്ന് ആഴത്തിലൊന്ന് മനസ്സിലാക്കുക എന്നതാണ്. അതുതന്നെ. എന്താണ് ഈ ആകർഷണ നിയമം? നമ്മുടെ ചിന്തകൾക്ക് ശരിക്കും നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പറ്റുമോ? പുസ്തകം പറയുന്ന ആ 3 ഘട്ടങ്ങളുള്ള പ്രക്രിയ അതൊക്കെ പ്രായോഗികമാണോ? നിങ്ങൾ നൽകിയ ഈ ഭാഗങ്ങളെ വെച്ച് നമുക്കിതൊന്ന് കീറിമുറിച്ച് പരിശോധിക്കാം. തീർച്ചയായും. അപ്പോൾ നമുക്ക് അടിസ്ഥാന കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്താണ് ഈ രഹസ്യം? പുസ്തകം പറയുന്നത് വളരെ ലളിതമാണ്. സമാനമായവയെല്ലാം പരസ്പരം ആകർഷിക്കുന്നു. ഓക്കെ. അതായത് നമ്മുടെ മനസ്സിൽ എന്ത് ചിന്തകളാണോ ഇങ്ങനെ കൂടുതലായി വരുന്നത്, അത്തരം സാഹചര്യങ്ങളെയും അനുഭവങ്ങളെയും നമ്മൾ ജീവിതത്തിലേക്ക് ആകർഷിക്കും. ഒരു കാന്തം പോലെ. ചിന്തകൾ വസ്തുക്കളായി മാറുന്നു. തോട്ട്സ് ബിക്കം തിങ്സ്. അതാണല്ലേ അതിന്റെ ഒരു കോർ ഐഡിയ? അതെ, അതാണിതിലെ കാതലായ ആശയം. പുസ്തകം ഇതിനെ വിശദീകരിക്കുന്നത് ഒരു തരം സയന്റിഫിക് രീതിയിലാണ്. നമ്മുടെ ഓരോ ചിന്തയ്ക്കും ഒരു പ്രത്യേക ഫ്രീക്വൻസി, അതായത് തരംഗദൈർഘ്യമുണ്ട്. നമ്മൾ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ ആ ചിന്തയുടെ ഫ്രീക്വൻസി ഒരു സിഗ്നൽ പോലെ പ്രപഞ്ചത്തിലേക്ക് ഇങ്ങനെ പ്രക്ഷേപണം ചെയ്യപ്പെടുന്നു. ആ സിഗ്നൽ അതേ ഫ്രീക്വൻസിയിലുള്ള മറ്റെല്ലാത്തിനെയും നമ്മളിലേക്ക് തിരികെ ആകർഷിക്കും. അതിലൊരു നല്ല ഉപമയുണ്ടല്ലേ? നമ്മളെ ഓരോരുത്തരെയും ഒരു മനുഷ്യ ടവറായി സങ്കല്പിക്കാൻ പറയുന്നുണ്ട്. അതെ, ഒരു ട്രാൻസ്മിഷൻ ടവർ. നമ്മുടെ ചിന്തകളാണ് നമ്മൾ പുറത്തേക്ക് അയക്കുന്ന സിഗ്നലുകൾ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ കാണുന്നതെല്ലാം, നമ്മുടെ ആരോഗ്യം, സാമ്പത്തിക സ്ഥിതി, ബന്ധങ്ങൾ, ഇതെല്ലാം നമ്മൾ മുൻപ് അയച്ച സിഗ്നലുകളുടെ ഫലമാണെന്നാണോ? അതെ, പുസ്തകം പറയുന്നത് അതാണ്. ടിവിയിലെ ചാനൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ റിമോട്ട് ഉപയോഗിച്ച് ചാനൽ മാറ്റില്ലേ? അതുപോലെ ജീവിതത്തിലെ കാഴ്ചകൾ മാറ്റണമെങ്കിൽ നമ്മുടെ ചിന്തകൾ മാറ്റി ഫ്രീക്വൻസി മാറ്റിയാൽ മതി. എന്നാൽ അവിടെയാണ് ഏറ്റവും വലിയൊരു പ്രശ്നം വരുന്നത്. പുസ്തകം അതിനെ വേണ്ടാത്തവയുടെ പകർച്ചവ്യാധി എന്നാണ് പറയുന്നത്. നമ്മളിൽ ഭൂരിഭാഗം പേരും നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് എപ്പോഴും ചിന്തിക്കുന്നത്. എനിക്ക് കടം വേണ്ട, എനിക്ക് അസുഖം വരരുത്, എനിക്ക് ലേറ്റാകാൻ താല്പര്യമില്ല, ഇങ്ങനെ. ശരിയാണ്. അത് വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എപ്പോഴും നെഗറ്റീവ് സാധ്യതകളെക്കുറിച്ചാണല്ലോ നമ്മുടെ ചിന്ത. അതെ, ആകർഷണ നിയമത്തിന് ഈ വേണ്ട, അരുത്, ഇല്ല തുടങ്ങിയ നെഗറ്റീവ് വാക്കുകൾ മനസ്സിലാവില്ല എന്നാണ് പുസ്തകം പറയുന്നത്. ഓക്കെ. നിങ്ങൾ എനിക്ക് ലേറ്റ് ആകണ്ട എന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ലേറ്റ് ആവുക എന്ന ആശയത്തിലാണ്. പ്രപഞ്ചം ആ സിഗ്നലാണ് പിടിച്ചെടുക്കുന്നത്. എന്നിട്ട് നമ്മളെ ലേറ്റ് ആക്കുന്ന സാഹചര്യം തന്നെ തരുന്നു. അതെ, അതുകൊണ്ട് എന്ത് വേണം എന്നതിലാണ് ശ്രദ്ധിക്കേണ്ടത്, എന്ത് വേണ്ട എന്നതിലല്ല. ഓക്കെ, ആ ആശയം വ്യക്തമായി. പക്ഷേ ഒരു ദിവസം ഏകദേശം 60,000 ചിന്തകൾ നമ്മുടെ മനസ്സിലൂടെ കടന്നുപോകുന്നുണ്ടെന്നാണ് ഗവേഷകർ പറയുന്നത്. അയ്യോ, അപ്പോൾ ഈ ഓരോ ചിന്തയെയും ഇങ്ങനെ ഒരു പോലീസിനെ പോലെ നിരീക്ഷിച്ചു നിയന്ത്രിക്കുന്നത് പ്രായോഗികമാണോ? അതോർക്കുമ്പോൾ തന്നെ തല പെരുക്കുന്നു. നല്ല ചോദ്യമാണ്. എല്ലാ ചിന്തകളെയും നിയന്ത്രിക്കുക എന്നത് അത് അസാധ്യമാണ്. അവിടെയാണ് പുസ്തകം വികാരങ്ങളുടെ പ്രാധാന്യം എടുത്തു പറയുന്നത്. വികാരങ്ങളോ? അതെ, നമ്മുടെ വികാരങ്ങൾ ഒരു ഫീഡ്ബാക്ക് സിസ്റ്റം പോലെയാണ്. നിങ്ങൾ ഏത് ഫ്രീക്വൻസിയിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് തൽക്ഷണം അറിയിക്കുന്ന ഒരു സിഗ്നലാണ് നിങ്ങളുടെ വികാരങ്ങൾ. അതായത് നമ്മുടെ ചിന്തകളെക്കുറിച്ച് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നതിന് പകരം നമ്മുടെ വികാരങ്ങളെ ശ്രദ്ധിച്ചാൽ മതിയെന്നാണോ? അതെ, നിങ്ങൾക്ക് സന്തോഷം, സ്നേഹം, കൃതജ്ഞതയൊക്കെ തോന്നുമ്പോൾ നിങ്ങളൊരു പോസിറ്റീവ് ഫ്രീക്വൻസിയിലാണ്. അപ്പോൾ നിങ്ങൾ കൂടുതൽ നല്ല കാര്യങ്ങളെ ആകർഷിക്കും. മറിച്ച് നിങ്ങൾക്ക് ദേഷ്യം, സങ്കടം, നിരാശ, കുറ്റബോധം ഇതൊക്കെയാണ് തോന്നുന്നതെങ്കിൽ നിങ്ങൾ നെഗറ്റീവ് ഫ്രീക്വൻസിയിലാണ്. അത് കൂടുതൽ മോശം സാഹചര്യങ്ങളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കട്ടിലിന്റെ കാലിൽ ചെറുവിരലിടിച്ച് ദിവസം തുടങ്ങുന്നതിനെ കുറിച്ച് പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ.
ആ ഒരു ചെറിയ നെഗറ്റീവ് സംഭവം മതി. മതി ആ ദിവസം മുഴുവൻ മോശമാകാൻ. ഒന്നിനു പുറകെ ഒന്നായി പ്രശ്നങ്ങൾ വരും. ആ ഒരു ചിന്തയും വികാരവും ഒരു സ്നോബോൾ പോലെ ഇങ്ങനെ ഉരുണ്ടു വലുതാവുന്നത് കാണാം. അത് തന്നെ. ആ നെഗറ്റീവ് സ്പൈറൽ തകർക്കാൻ പുസ്തകം ചില വഴികൾ പറയുന്നുണ്ട്. അവയെ സീക്രട്ട് ഷിഫ്റ്ററുകൾ എന്നാണ് വിളിക്കുന്നത്. സീക്രട്ട് ഷിഫ്റ്ററുകൾ? അതെ, നിങ്ങളുടെ മാനസികാവസ്ഥയെ തൽക്ഷണം മാറ്റാൻ സഹായിക്കുന്ന ചില കാര്യങ്ങൾ. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ട് കേൾക്കുക, പ്രകൃതിയിലേക്ക് നോക്കിയിരിക്കുക, പഴയ നല്ല ഓർമ്മകൾ. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു കുട്ടിയുടെയോ വളർത്തുമൃഗത്തിന്റെയോ ചിത്രം കാണുക. അതെ, ഇവയിൽ ഏതെങ്കിലും ഒന്നിലേക്ക് ശ്രദ്ധ മാറ്റുമ്പോൾ നിങ്ങളുടെ ഫ്രീക്വൻസി പെട്ടെന്ന് മാറും. സ്നേഹമാണ് ഏറ്റവും ഉയർന്ന ഫ്രീക്വൻസി എന്നും പുസ്തകം തറപ്പിച്ചു പറയുന്നു. നിങ്ങൾ അയച്ചു തന്ന ഭാഗങ്ങളിൽ എനിക്ക് ഏറ്റവും കൗതുകം തോന്നിയൊരു ഭാഗം ആ അലാവുദ്ദീന്റെ അത്ഭുതവിളക്കിന്റെ ഉപമയാണ്. അത് ഈ ആശയത്തെ വളരെ ലളിതമാക്കുന്നുണ്ട്. നമ്മളാണ് അലാവുദ്ദീൻ, പ്രപഞ്ചം ആജ്ഞാനുവർത്തിയായ ജിന്നു. നമ്മൾ എന്താഗ്രഹിച്ചാലും ജിന്നിന് ഒരൊറ്റ മറുപടിയുള്ളൂ: യുവർ വിഷ് ഈസ് മൈ കമാൻഡ്. നിങ്ങളുടെ ആഗ്രഹം എന്റെ കൽപ്പനയാണ്. അതായത് പ്രപഞ്ചം ഒരു വിവേചനവുമില്ലാതെ നമ്മുടെ ചിന്തകൾക്ക് മറുപടി തരുന്നു എന്നാണോ? അതെ, പുസ്തകത്തിന്റെ കാഴ്ചപ്പാടില് അതാണ് ശരി. പ്രപഞ്ചം നിങ്ങളുടെ ചിന്തകൾ നല്ലതാണോ ചീത്തയാണോ എന്ന് നോക്കുന്നില്ല. നിങ്ങൾ എന്തിലാണോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അത് നിങ്ങൾക്ക് നൽകുന്നു. ഓക്കെ. ഈ പ്രപഞ്ചമാകുന്ന ജിന്നിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് നേടിയെടുക്കാനുള്ള ഒരു 3 ഘട്ട പ്രക്രിയയെക്കുറിച്ച് പുസ്തകം വ്യക്തമായി പറയുന്നുണ്ട്. സർഗാത്മക പ്രക്രിയ അഥവാ ക്രിയേറ്റീവ് പ്രോസസ്. ഓക്കെ, ആ 3 ഘട്ടങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ ഘട്ടം ചോദിക്കുക, ആസ്ക്. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് പ്രപഞ്ചത്തോട് വ്യക്തമായി പറയുക. ഒരു റെസ്റ്റോറന്റിൽ മെനു നോക്കി ഓർഡർ കൊടുക്കുന്നത് പോലെ. ഒരിക്കൽ മാത്രം ചോദിച്ചാൽ മതിയോ? അതെ, ഒരിക്കൽ ഓർഡർ കൊടുത്താൽ മതി. വീണ്ടും വീണ്ടും ചോദിക്കുന്നത് നിങ്ങൾക്കത് ലഭിക്കുമെന്ന കാര്യത്തിൽ വിശ്വാസമില്ലായ്മയുടെ ലക്ഷണമാണെന്നാണ് പുസ്തകം പറയുന്നത്. ശരി. രണ്ടാമത്തെ ഘട്ടമാണ് വിശ്വസിക്കുക, ബിലീവ്. നിങ്ങൾ ചോദിച്ച കാര്യം നിങ്ങൾക്ക് ഇതിനകം ലഭിച്ചു കഴിഞ്ഞു എന്ന് പൂർണ്ണമായി വിശ്വസിക്കുക, അദൃശ്യമായതിൽ വിശ്വസിക്കുക. ഇത് കേൾക്കുമ്പോൾ എളുപ്പമായി തോന്നാം, പക്ഷേ ഇതാണ് ഏറ്റവും പാടുള്ള ഭാഗമെന്ന് എനിക്ക് തോന്നുന്നു. ശരിയാണ്. യാഥാർത്ഥ്യവുമായി ഒരു ബന്ധവുമില്ലാത്തൊരു കാര്യത്തിൽ എങ്ങനെയാണ് പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയുക? സംശയം വരില്ലേ? ആ സംശയത്തെ മറികടക്കാൻ പുസ്തകത്തിൽ എന്തെങ്കിലും വഴികൾ പറയുന്നുണ്ടോ? തീർച്ചയായും. ഈ സംശയമാണ് ഏറ്റവും വലിയ തടസ്സമെന്ന് പുസ്തകം പറയുന്നുണ്ട്. അതിനെ മറികടക്കാനുള്ള വഴിയാണ് ലഭിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥയിലേക്ക് മാറുക എന്നത്. അതെങ്ങനെയാണ്? അതായത്, നിങ്ങൾ ആഗ്രഹിച്ച കാര്യം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയായിരിക്കുമോ പെരുമാറുക, സംസാരിക്കുക, ചിന്തിക്കുക, അതുപോലെ ഇപ്പോൾ തന്നെ ജീവിക്കാൻ തുടങ്ങുക. ആ വിശ്വാസം നിങ്ങളുടെ ഓരോ പ്രവൃത്തിയിലും പ്രതിഫലിക്കണം. അപ്പോഴാണ് ആ കാർ പാർക്ക് ചെയ്ത സ്ത്രീയുടെ കഥ പ്രസക്തമാകുന്നത്. അതെ, തന്റെ അനുയോജ്യനായ പങ്കാളിയെ ആകർഷിക്കാൻ ശ്രമിച്ച ആ സ്ത്രീ തനിക്ക് വേണ്ട ഗുണങ്ങളെല്ലാം എഴുതിവെച്ചു, വിശ്വസിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഒന്നും നടന്നില്ല. ഒരു ദിവസം അവർക്കൊരു തിരിച്ചറിവുണ്ടായി. അവർ എപ്പോഴും കാർ പാർക്ക് ചെയ്തിരുന്നത് ഗാരേജിന്റെ നടുവിലായിരുന്നു. അതായത് അവരുടെ പ്രവൃത്തി അവരുടെ ആഗ്രഹത്തിന് വിപരീതമായിരുന്നു. ഒരു പങ്കാളി വന്നാൽ ആ ആളുടെ കാർ പാർക്ക് ചെയ്യാൻ അവിടെ സ്ഥലമില്ലല്ലോ. അതൊരു രസകരമായ തിരിച്ചറിവാണ്. നമ്മുടെ വളരെ ചെറിയ പ്രവൃത്തികൾ പോലും നമ്മുടെ ഉള്ളിലെ വിശ്വാസങ്ങളെ എങ്ങനെയാണ് പുറത്തു കൊണ്ടുവരുന്നത് എന്നതിന്റെ ഒരു നല്ല ഉദാഹരണമാണത്. അതുതന്നെ. ആ നിമിഷം അവർ തന്റെ കാറ് ഗാരേജിന്റെ ഒരു വശത്തേക്ക് ഒതുക്കിയിട്ട് മറ്റേ കാറിനായി സ്ഥലമൊഴിച്ചിട്ടു. വസ്ത്രങ്ങൾ വെക്കുന്ന അലമാരയിൽ പങ്കാളിക്കായി സ്ഥലമൊഴിച്ചു. രാത്രി ഉറങ്ങുമ്പോൾ കിടക്കയുടെ ഒരു വശത്തും മാത്രം കിടക്കാൻ തുടങ്ങി. ചുരുക്കത്തിൽ, പങ്കാളി വന്നു കഴിഞ്ഞാലുള്ള ജീവിതം അവർ മുൻകൂട്ടി ജീവിക്കാൻ തുടങ്ങി. അതെ, പുസ്തകം പറയുന്നതനുസരിച്ച് അധികം വൈകാതെ അവർ തന്റെ സ്വപ്ന പങ്കാളിയെ കണ്ടുമുട്ടി. ഇതാണ് വിശ്വാസത്തിന്റെ പ്രായോഗിക രൂപം. ഓക്കെ, അപ്പോൾ ചോദിക്കുക, വിശ്വസിക്കുക. ഇനി മൂന്നാമത്തെ ഘട്ടം. മൂന്നാമത്തേതും അവസാനത്തേതുമായ ഘട്ടമാണ് സ്വീകരിക്കുക, റിസീവ്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് സന്തോഷമാണോ ഉണ്ടാകുക, ആ സന്തോഷം ഇപ്പോൾ തന്നെ അനുഭവിക്കുക. ആ ഒരു ഫീലിംഗിലേക്ക് മാറുക. അതെ, ആ നല്ല വികാരത്തിലേക്ക് സ്വയം മാറുക. കാരണം നല്ല വികാരങ്ങൾ നിങ്ങളെ ഉയർന്ന ഫ്രീക്വൻസിയിൽ എത്തിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യവും അതേ ഫ്രീക്വൻസിയിലാവുമ്പോൾ അത് നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും. അപ്പോൾ ചോദിക്കുക, പിന്നെ അത് ലഭിച്ചതായി വിശ്വസിച്ച് ജീവിക്കുക. അത് ലഭിക്കുമ്പോഴുള്ള സന്തോഷം ഇപ്പോൾ തന്നെ അനുഭവിക്കുക. അതെ,
ഈ വിശ്വസിക്കുക, സ്വീകരിക്കുക എന്ന ഘട്ടങ്ങളെ കൂടുതൽ ശക്തമാക്കാൻ പുസ്തകം 2 പ്രധാന പ്രായോഗിക വഴികൾ നിർദ്ദേശിക്കുന്നുണ്ടല്ലോ അല്ലേ? നന്ദി പ്രകടിപ്പിക്കലും വിഷ്വലൈസേഷനും. അതെ, അതിൽ ആദ്യത്തേത് നന്ദി അഥവാ ഗ്രാറ്റിറ്റ്യൂഡ്. ഇത് ആകർഷണ നിയമത്തെ ടർബോ ചാർജ് ചെയ്യുമെന്നാണ് പുസ്തകം പറയുന്നത്. ഓക്കെ. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴുള്ള നല്ല കാര്യങ്ങൾക്ക് നന്ദി പറയാൻ തുടങ്ങുക. അതെത്ര ചെറുതാണെങ്കിലും. എനിക്ക് നന്ദി പറയാൻ ഒന്നുമില്ല എന്ന് ചിന്തിക്കുന്നതിന് പകരം നിങ്ങളുടെ ആരോഗ്യത്തിന്, വീടിന്, സുഹൃത്തുക്കൾക്ക്, ഒരു നല്ല ദിവസത്തിന് ഒക്കെ നന്ദി പറയാം. അപ്പോ അത് വെറുമൊരു മര്യാദയുടെ ഭാഗമായ നന്ദി പറച്ചിലല്ല, നമ്മുടെ ചിന്തയുടെ ഫോക്കസ് മാറ്റുന്ന ഒരു മാനസിക വ്യായാമം കൂടിയാണ്. കൃത്യമായി. രണ്ടാമത്തെ പ്രക്രിയയാണ് വിഷ്വലൈസേഷൻ. വിഷ്വലൈസേഷൻ. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ഇതിനകം നേടിയതായി മനസ്സിൽ വ്യക്തമായി കാണുക. വെറുതെ ഒരു ചിത്രം കാണുക എന്നതിലുപരി അത് ലഭിച്ചാലുള്ള സന്തോഷവും ശബ്ദങ്ങളും ഗന്ധങ്ങളും വികാരങ്ങളുമെല്ലാം പൂർണ്ണമായി അനുഭവിക്കുക. ശരി. നമ്മുടെ തലച്ചോറിന് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതും ഭാവനയിൽ കാണുന്നതും തമ്മിൽ തിരിച്ചറിയാൻ കഴിയില്ല. നിങ്ങളൊന്ന് ഭാവനയിൽ കാണുമ്പോൾ അത് യഥാർത്ഥത്തിൽ സംഭവിച്ചാലുണ്ടാകുന്ന അതേ രാസപ്രവർത്തനങ്ങൾ ശരീരത്തിൽ നടക്കുന്നു. പുസ്തകത്തിലെ ഒരു അധ്യാപകനായ ജോൺ ആസ്രാഫിന്റെ കഥ ഇതിന്റെ ഒരു മികച്ച ഉദാഹരണമാണ്. അതെ, വിഷൻ ബോർഡിന്റെ കഥ. അദ്ദേഹം തന്റെ സ്വപ്ന വീടിന്റെ ചിത്രം ഒരു വിഷൻ ബോർഡിൽ ഒട്ടിച്ചു വെച്ചു. വർഷങ്ങൾ കടന്നുപോയി. അദ്ദേഹം പല വീടുകളിലേക്ക് മാറി താമസിച്ചു. ആ വിഷൻ ബോർഡിന്റെ കാര്യം തന്നെ മറന്നുപോയി. ഒടുവിൽ കാലിഫോർണിയയിൽ ഒരു വീട് വാങ്ങി. ഏകദേശം 5 വർഷത്തിനു ശേഷം. അതെ, 5 വർഷത്തിനു ശേഷം പഴയ സാധനങ്ങൾ വെച്ചൊരു പെട്ടി തുറന്നപ്പോഴാണ് അദ്ദേഹം ആ പഴയ വിഷൻ ബോർഡ് കാണുന്നത്. ആ നിമിഷം അദ്ദേഹം ഞെട്ടിപ്പോയി. കാരണം താൻ അപ്പോൾ താമസിക്കുന്ന വീടിന്റെ ചിത്രം തന്നെയാണ് വർഷങ്ങൾക്ക് മുൻപ് ആ ബോർഡിൽ ഉണ്ടായിരുന്നത്. ശരിക്കും അതേ വീടോ? അതേ വീട്, ഒരു മാറ്റവുമില്ലാതെ. അദ്ദേഹം അറിയാതെ തന്നെ ആ വിഷ്വലൈസേഷൻ അദ്ദേഹത്തെ ആ വീട്ടിലേക്ക് ആകർഷിക്കുകയായിരുന്നു. ഈ ആശയങ്ങൾ പണത്തിന്റെയും ആരോഗ്യത്തിന്റെയും കാര്യത്തിലും പുസ്തകം പ്രയോഗിക്കുന്നുണ്ട്. പണമില്ലായ്മയെക്കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം സമൃദ്ധിയെക്കുറിച്ച് ചിന്തിക്കാനും ബില്ലുകൾ വരുമ്പോൾ അവ ചെക്കുകളാണെന്ന് സങ്കല്പിച്ച് സന്തോഷിക്കാനും പറയുന്നു. ആരോഗ്യത്തിന്റെ കാര്യത്തിലും ഇതുപോലെ രോഗത്തെക്കുറിച്ചല്ല, പൂർണ്ണമായ ആരോഗ്യത്തെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. അവിടെയാണ് കാത്തി ഗുഡ്മാന്റെ കഥ വരുന്നത്. സ്തനാർബുദം ബാധിച്ച അവർ വൈദ്യശാസ്ത്രപരമായ ചികിത്സകൾക്ക് പകരം ആകർഷണ നിയമം ഉപയോഗിച്ച് സ്വയം സുഖപ്പെടുത്തിയെന്നാണ് പുസ്തകത്തിൽ പറയുന്നത്. എല്ലാ ദിവസവും ദൈവത്തിന് നന്ദി, ഞാൻ സുഖപ്പെട്ടു എന്നവർ മനസ്സിൽ പറഞ്ഞു. തമാശ സിനിമകളൊക്കെ ഉണ്ട്. അതെ, മനസ്സ് സന്തോഷത്തോടെ വെച്ചു. 3 മാസത്തിനുള്ളിൽ അവരുടെ ട്യൂമർ അപ്രത്യക്ഷമായി എന്നാണ് പുസ്തകത്തിലെ അവകാശവാദം. ഒരു മിനിറ്റ്, ഈ ഭാഗം വായിച്ചപ്പോൾ എനിക്കൊരു സംശയം തോന്നി. ഇത് വളരെ വളരെ ശക്തമായൊരു അവകാശവാദമാണ്. ഇത് മെഡിക്കൽ ട്രീറ്റ്മെന്റിന് പകരമായിട്ട് കാണാൻ പറ്റുമോ? അത് തെറ്റിദ്ധാരണ ഉണ്ടാക്കില്ലേ? തീർച്ചയായും, അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. പുസ്തകം ഇത് പോസിറ്റീവ് ചിന്തയുടെയും മനസ്സിന്റെ ശക്തിയുടെയും ഒരു വലിയ ഉദാഹരണമായാണ് അവതരിപ്പിക്കുന്നത്. പക്ഷേ ഒരു കാരണവശാലും വൈദ്യശാസ്ത്രപരമായ ചികിത്സകൾക്ക് പകരമായി ഇതിനെ കാണരുത് എന്ന് നമ്മൾ വ്യക്തമാക്കേണ്ടതുണ്ട്. ശരി. ഒരുപക്ഷെ മാനസികമായ ആരോഗ്യം ശാരീരികമായ രോഗശാന്തിയെ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നതിലേക്കുള്ള ഒരു സൂചനയായി ഇതിനെ കാണാം. പോസിറ്റീവ് മനോഭാവം രോഗപ്രതിരോധശേഷിയെ വർദ്ധിപ്പിക്കുമെന്ന് പല പഠനങ്ങളും പറയുന്നുണ്ടല്ലോ. അത് ശരിയാണ്. പുസ്തകത്തിലെ മറ്റൊരാശയം എന്നെ ശരിക്കും ഇരുത്തി ചിന്തിപ്പിച്ചു. ലോകത്തിലെ വലിയ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ഭാഗം. യുദ്ധവിരുദ്ധ പ്രസ്ഥാനങ്ങൾ കൂടുതൽ യുദ്ധങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന് പറയുമ്പോൾ അത് കേൾക്കാൻ അല്പം വിചിത്രമായി തോന്നും. കാരണം സാമൂഹിക മാറ്റങ്ങൾക്കായി പ്രതിഷേധങ്ങൾ അനിവാര്യമാണല്ലോ. ഈ ആശയത്തെ പുസ്തകം എങ്ങനെയാണ് ന്യായീകരിക്കുന്നത്? പുസ്തകത്തിന്റെ ലോജിക് അനുസരിച്ച് നിങ്ങൾ എന്തിനെയാണോ എതിർക്കുന്നത് അതിനാണ് നിങ്ങൾ ഊർജം കൊടുക്കുന്നത്. നിങ്ങൾ യുദ്ധത്തിനെതിരെ പോരാടുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ യുദ്ധം എന്ന നെഗറ്റീവ് കാര്യത്തിലാണ്. ആകർഷണ നിയമം അനുസരിച്ച് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കാര്യം കൂടുതൽ വളരും. അതുകൊണ്ട് യുദ്ധവിരുദ്ധ റാലി നടത്തുന്നതിന് പകരം സമാധാനത്തിനായുള്ള റാലി നടത്തുക. വിശപ്പിനെതിരെ പോരാടുന്നതിന് പകരം എല്ലാവർക്കും ഭക്ഷണം ഉറപ്പാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതായത് പ്രശ്നത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റി പരിഹാരത്തിൽ ശ്രദ്ധിക്കുക എന്നാണോ? അതെ. ശ്രദ്ധ എവിടെയാണോ ഊർജം അങ്ങോട്ടൊഴുകുന്നു. നിങ്ങൾ എന്തിനെയാണോ പ്രതിരോധിക്കുന്നത് അത് കൂടുതൽ ശക്തമാകും. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റി
നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അപ്പോൾ ഈ ചർച്ചയുടെ എല്ലാം ആകത്തുക എന്താണ്? നമ്മൾ പറയുന്ന, ചിന്തിക്കുന്ന, വിശ്വസിക്കുന്ന ഓരോ കാര്യത്തിനും നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്താൻ കഴിവുണ്ട്. നമ്മൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തിന്റെ സൃഷ്ടാക്കൾ. പേന നമ്മുടെ കയ്യിലാണ്. അതിനപ്പുറം പുസ്തകം കുറച്ചുകൂടി ആഴത്തിലുള്ളൊരു തലം കൂടി പറയുന്നുണ്ട്. നമ്മൾ വെറും ഭൗതിക ശരീരങ്ങളല്ല, മറിച്ചൊരു ഊർജമാണ്. നമ്മളെല്ലാം ഒരേ ഊർജ സ്രോതസ്സിന്റെ ഭാഗമാണ്, പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു, എല്ലാം ഒന്നാണ്. അതുകൊണ്ടാണ് മറ്റൊരാളെക്കുറിച്ചുള്ള നിങ്ങളുടെ നെഗറ്റീവ് ചിന്തകൾ നിങ്ങളെ തന്നെയാണ് ഏറ്റവും ദോഷകരമായി ബാധിക്കുന്നത് എന്ന് പറയുന്നത്. കാരണം നമ്മളെല്ലാം ഒന്നിന്റെ ഭാഗമാണ്. നിങ്ങൾ ഇതുവരെ ആരാണെന്നോ എന്ത് ചെയ്തു എന്നോ ഉള്ളതിനപ്പുറം നിങ്ങളുടെ യഥാർത്ഥ ശക്തിയെക്കുറിച്ചുള്ള ഒരു പുതിയ കാഴ്ചപ്പാടാണ് ഈ പുസ്തകത്തിലെ ആശയങ്ങൾ നൽകുന്നത്. ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്കായി ഒരു ചിന്ത നൽകാം. മനുഷ്യ മനസ്സിന്റെ കഴിവിന്റെ വളരെ ചെറിയൊരു ശതമാനം, ഒരു 5% മാത്രമേ നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്നുള്ളൂ എന്ന് പുസ്തകം പറയുന്നു. ഈ ആകർഷണ നിയമത്തിന്റെ തത്വങ്ങൾ ഒരു പരിധിവരെ ശരിയാണെങ്കിൽ, നിങ്ങളുടെ പൂർണ്ണമായ മാനസികവും വൈകാരികവുമായ കഴിവുകൾ നിങ്ങൾ ബോധപൂർവം ഉപയോഗിക്കാൻ തുടങ്ങിയാൽ, നിങ്ങളുടെ ജീവിതത്തിലും ചുറ്റുമുള്ള ലോകത്തിലും എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ?